ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോഴാണ് ചിലർക്കെങ്കിലും തിരിച്ചറിവുണ്ടായത്. അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ആവിർഭാവം ഉണ്ടായത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ കുറിച്ചുള്ള മനോജ്ഞ സങ്കല്പങ്ങളും അതോടൊപ്പം പിറന്നു വീണു. അതിലൊന്നാണ് നമ്മുടെ ജനാധിപത്യം. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സോഷ്യലിസം ഇന്നും മരീചികയായി തുടരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര നാരായണന്മാരുടെ നാട്ടിൽ വോട്ടവകാശം കൊണ്ട് മാത്രം ജനാധിപത്യത്തെ രക്ഷിക്കാനാവില്ല. മറിച്ച് സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലെ അസമത്വം കൂടി അവസാനിപ്പിച്ചാലേ ജനാധിപത്യത്തിന്റെ പൂർണ്ണമായ അർത്ഥം കൈവരിക്കുകയുള്ളൂ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നും ആ വഴിക്കുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പെരുകി വരുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം പൗരന്മാരും ജനിച്ചു വളരുന്നത് തുറച്ചു നോക്കുന്ന അനിശ്ചിതമായ ഭാവിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. ജീവിതത്തിന്റെ നാനാ തുറകളിലും അഴിമതി നടമാടുന്നു. നാട്ടിൻ പുറത്ത് സർക്കാർ ആഫീസ് മുതൽ സമുന്നതരായ ഭരണാധികാരികളുടെ കൊത്തളങ്ങൾ വരെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പ്രാദേശികവാദം. ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഭക്ഷണത്തിന്റെ പേരിൽ പോലും ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ നൈരന്തര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മുറിവിളി കൂട്ടുന്നു. ജനങ്ങൾ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റുകളിലായി രാഷ്ട്രീയവും മതവും വേർതിരിച്ച് പരസ്പരം അകന്നൊഴിഞ്ഞു മാറാൻ വെമ്പൽ കൊള്ളുന്നു. ജനങ്ങളുടെ മൗലികമായ ആവശ്യങ്ങൾ പരിഹരിക്കുകയും സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിന്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ചുമതലപ്പെട്ടവരുടെ വാചക കസർത്തല്ല, ആത്മാർത്ഥമായ പരിശ്രമമാണ് അതിൽ വേണ്ടത്. വ്യക്തിയും സമൂഹവും നാടിന്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി പ്രതിജ്ഞിക്കാൻ തയ്യാറാവുക. അതിനുവേണ്ടി പ്രതിജ്ഞയെടുക്കുക. എങ്കിലേ സമത്വ സുന്ദര ഭാരതം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ പ്രേക്ഷകരെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജയ് ഹിന്ദ്.